ഇന്നലെ നടന്നൊക്കെ യാദൃശികമായ സംഭവങ്ങളാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിനക്കല്ലാതെ മറ്റൊരാൾക്കും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. സത്യദേവി, ഞാൻ നിന്നെ തൊട്ട് നന്ദു എന്നെ തൊടരുത്. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. മറ്റൊരു പെണ്ണ് എന്റെ ഭർത്താവിന്റെ മേൽ അവകാശം സ്ഥാപിക്കുന്ന കണ്ടിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കേണ്ടി വരിക. ആ പ്ലാന്റിന് അനുമതി കൊടുത്തതോടെ MLA എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു. ഇപ്പതാ ഭാര്യ എന്ന നിലയിൽ ഞാൻ തോറ്റു കഴിഞ്ഞു. ദേവി, ഇസബെല്ല എന്റെ ഒരു ഫ്രണ്ട് മാത്രമാ. എനിക്കുമില്ലേ നന്ദു, കൂടെ പഠിച്ച പലരും ഫ്രണ്ട്സ് ആയിട്ട്. നന്ദുവിനെ പോലെ രാത്രി ഞാൻ അവരുടെ തോളിൽ തൂങ്ങി ഇങ്ങോട്ട് വരട്ടെ? എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂന്ന് ഒരു ഭർത്താവ് ഭാര്യയുടെ മുമ്പില് നിരന്തരം സത്യം ചെയ്യേണ്ടി വരാന്നുള്ളതേ ഭർത്താവിന്റെ അല്ല, ഒരു ഭാര്യയുടെ ഗതികേടാ. ദേവി, ദേവി, നീ കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. നന്ദുവിന് ഇസബെല്ല എങ്ങനെയാണെങ്കിലും ശരി, ഇസബെല്ലയ്ക്ക് നന്ദു പലതുമാണ്. അവള് നന്ദുവിനെ പിടികൂടി കഴിഞ്ഞു. ഇനി നന്ദുവിനെയും കൊണ്ട് അവള് പോവും.